വിദ്യാർത്ഥിയെ നഗ്നനാക്കി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നടപടി വരാൻ സാധ്യത. നിങ്ങളെ ടെൻഷൻ കയറ്റാൻ വേണ്ടി പറയുന്നതല്ല, അതിനുള്ള കാരണമുണ്ട്. വിദ്യാർത്ഥിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും CWC ബാലാവകാശ കമ്മീഷൻ മൊഴിയെടുത്തു എന്ന വാർത്ത. ടോബി ജോൺസൺ ചേരും കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, പണിയായോ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഇന്നലെ ഈ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ വളരെയധികം ഞെട്ടലോടുകൂടിയാണ് കേരളം ഈ ഒരു വാർത്തയെ നോക്കിക്കണ്ടത്. കാരണം സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ നഗ്നനാക്കി അത് ചിത്രീകരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച ഒരു വാർത്ത ഞെട്ടലോടെയാണ്. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാം ജുവനൈലായിട്ടുള്ള കുട്ടികളാണ്. അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകളോ അവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കും പുറത്തുവിടാൻ സാധിക്കില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ പകർത്തിയ വിദ്യാർത്ഥികളിൽ നിന്നും ഇത് സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തി. ഈ സമൂഹ മാധ്യമങ്ങളിലും ചില ആളുകൾ ഇത് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ആളുകൾക്കെതിരെ കൂടി നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നത്. കാരണം ഇത് ബ്ലർ പോലും ചെയ്യാതെ, അല്ലെങ്കിൽ അത് കൃത്യമായി ഐഡൻറ്റിറ്റി വ്യക്തമാകുന്ന രീതിയിൽ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത ആളുകൾക്കെതിരെയും പാലാ പോലീസ് നടപടി ഉണ്ടാകും. ആ ഒരു കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും CWC ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് ഈ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ കുട്ടിയിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി CWC എടുത്തിട്ടുണ്ട്. അത് തുടർന്ന് പോലീസിനോട് കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകണം എന്നൊരാവശ്യം കൂടി CWC പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ഒരു റിപ്പോർട്ട് നൽകാനും CWD ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ നിയമ നടപടികൾ പ്രകാരമുള്ള നടപടികളാകും തുടർന്നുണ്ടാകുക എന്നാണ് പോലീസും പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത്. മാതാപിതാക്കളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. SKN. താങ്ക് യു ടോബി ജോൺസൺ.